നമസ്കാരം. കഥാമഞ്ജലിസിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് സപ്ന നവാസ് രചിച്ച എനിക്കറിയില്ല എന്ന ചെറുകഥ കേൾക്കാം. എനിക്കറിയില്ല. എപ്പോഴാണ് മരണം സംഭവിച്ചത്? എനിക്കറിയില്ല. നിങ്ങളപ്പോൾ എവിടെയായിരുന്നു? ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോവാൻ മാത്രം പ്രത്യേകമായ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ? ഇല്ല. നിങ്ങളുടെ ഭാര്യ സാധാരണ എത്ര മണിക്കാണ് ഉറങ്ങാറുള്ളത്? എനിക്കറിയില്ല. അതും നിങ്ങൾക്കറിയില്ലേ? അവൾ അടുക്കള പണിയൊക്കെ കഴിയുമ്പോൾ വന്നുറങ്ങും. അത് നിങ്ങൾ അറിയാറില്ലേ? ശ്രദ്ധിക്കാറില്ല. എന്തുകൊണ്ട്? എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇന്നലെ രാത്രി അസ്വാഭാവികമായ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നോ? എനിക്ക് അറിയില്ല. അവർ എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കാറുണ്ടോ? എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ അവർ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്? എനിക്കറിയില്ല. അവൾ ഞങ്ങളോടൊപ്പം കഴിക്കാറില്ല. നിങ്ങൾ അന്വേഷിക്കാറില്ലേ? പാചകം ചെയ്തത് അവളല്ലേ. കഴിച്ചു കാണും എന്നല്ലാതെ വേറെ എന്ത് ചിന്തിക്കാൻ? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? വർഷവും തീയതിയൊന്നും എനിക്കറിയില്ല. എല്ലാം അവൾക്കാണ് ഓർമ്മ. ചുരുങ്ങിയത് ഒരു 40 വർഷം എങ്കിലും കാണും. നിങ്ങൾക്ക് ഭാര്യയെക്കുറിച്ച് വേറെന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ പ്രയാസത്തിലാക്കി അവൾ പോയി. ഞാൻ തനിച്ചായി. ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അവൾ അങ്ങോട്ട് രക്ഷപ്പെട്ടു സാറേ. മരിച്ചവർക്ക് അങ്ങോട്ട് മരിച്ചു പോയാൽ പിന്നെ വേറെ ആരെ പറ്റി ഓർക്കണ്ടല്ലോ. ഓഹോ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? എനിക്കറിയില്ല. സാറ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴേക്കും മുറ്റത്തെ കൂറ്റൻ മാവിൻ്റെ മുകളിലിരുന്നു കൊണ്ട് ബലിക്കാക്ക നിർത്താതെ കരഞ്ഞു. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു കഥയുമായി വീണ്ടും വരും. നന്ദി.